ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. കുറച്ച് നേരം ഒന്ന് ഫ്രണ്ടിലൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് ടെറസിൻ്റെ മേലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ പതിവില്ലാതെ ഇന്നിപ്പോൾ ഞാൻ മേലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വയ്യാത്ത കാരണം കൊണ്ട് അങ്ങനെ പുറത്തൊന്നും അങ്ങനെ വലുതായിട്ട് ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഈ കാറ്റടിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് വയ്യാതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പുറത്ത് പോയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മേലേക്ക് വന്നത് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ആകെ കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും കറക്റ്റായിട്ട് ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. പിന്നെ നാളെ, അതായത് ജാനുവരി 22 നമ്മുടെ സബ്സ്ക്രൈബറാണ് ഷബാനയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ 5 വർഷമായി. നമുക്ക് നാളെ എന്തായാലും വീഡിയോ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വിവാഹ വാർഷികാശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് വർഷം കുടുംബമായിട്ട് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഷബാനക്കുട്ടിക്ക് നിങ്ങൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചേക്കണേ. പിന്നെ അതേ താഴെ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ദോശമാവ് ഫ്ലോപ്പായ കാര്യം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ആയി. അതിനുശേഷം ഞാൻ 2 ദിവസം ഇതെടുത്ത് പുറത്ത് വെച്ച് പുളിപ്പിച്ചിട്ടാണ് കേട്ടോ ശരിയാക്കി എടുത്തത്. അപ്പോൾ എന്നോട് ഐശ്വര്യയാണ് പറഞ്ഞിരുന്നത് ഇതുപോലെ ഈസ്റ്റ് ഇട്ടിട്ട് ഒരിക്കൽ ഇങ്ങനെ ദോശമാവ് ഇങ്ങനെ പുളിപ്പിക്കാനായിട്ട് നോക്കിയെന്ന്. പക്ഷേ അത് ഫ്ലോപ്പായി എന്ന് പറഞ്ഞു കേട്ടോ. അത് അങ്ങനെ തന്നെ എടുത്ത് കളയേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈസ്റ്റ് അങ്ങനെ ഇടാറില്ല, എനിക്കറിയത്തില്ല. ഈസ്റ്റ് അങ്ങനെ ഇടുന്നതായിട്ട് അറിയത്തില്ല. പക്ഷേ സോഡാപ്പൊടി ഇടാറുണ്ട്, അതായത് ബേക്കിംഗ് സോഡ ഇല്ലേ, അതൊരു പിഞ്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അമ്മയൊക്കെ ചെയ്യുന്നത് കാണാം അത്യാവശ്യം തണുപ്പുള്ള സമയത്ത്. ഞാൻ അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് വെറുതെ ഇങ്ങനെ മാവ് പുളിച്ച് പൊങ്ങി വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, വേറൊരു സഹോദരി കമന്റ് ചെയ്തിരുന്നു ഇതുപോലെ ഞാനിങ്ങനെ പച്ചരി യൂസ് ചെയ്തിട്ട് എനിക്ക് ദോശമാവ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അളവൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോറും കൂടി ചേർത്തിട്ട് തന്നെയാണ് അരയ്ക്കുന്നത്, ഉലുവയും കൂടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അരയ്ക്കുന്നത് കേട്ടോ. ഇതേ ടിഫിൻ റൈസിൻ്റെ അതേ അളവിന് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളിവിടുത്തെ റേഷൻ കടയിലെ പച്ചരി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പച്ചരി ക്വാളിറ്റി കുറവായത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ. പുറത്തുനിന്ന് കടയിൽ നിന്ന് നല്ല പച്ചരി മേടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്യും. പക്ഷെ എനിക്ക് ഈ ടിഫിൻ റൈസ്, ഇഡ്ലി റൈസ് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് വേറെ ഒരു അരിയും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്, കുറച്ചും കൂടി നല്ലൊരു വൈറ്റ് കളറായിരിക്കും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ. ഇതിനിടയിൽ ഞാൻ 2 ഇഡ്ഡലി പൗഡറിൻ്റെ ഒരു സംഭവം കാണിച്ചില്ലേ, അത് ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഗ്രോസറി എടുത്ത സമയത്ത് എടുത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലി പൗഡർ, കടയിൽ നിന്ന് മേടിക്കാറുണ്ട്. അതിൽ ഒരെണ്ണം പൂണ്ട് പൊടിയും വേറൊന്ന് കൊള്ളെന്ന് പറയും, അതായത് നമ്മുടെ മലയാളത്തിൽ അതിനെ മുതിര ഉണ്ടല്ലോ, മുതിര വെച്ചുണ്ടാക്കിക്കുന്ന ഇഡ്ഡലി പൗഡറാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു മുതിരയുടേത് കഴിച്ചില്ല, ഹസ്ബൻഡാണ് കഴിച്ചത്. ഹസ്ബൻഡിന് ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ഹെൽത്തി വേർഷനിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിട്ട് അരിയൊക്കെ ഒന്ന് അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറ് വെക്കണം. ഇന്നത്തെ ലഞ്ചിന് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പരിപ്പും ചീരയും കൂടെ ഒരു കറി ഉണ്ടല്ലോ, അത് കറിയുടെ കളർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞില്ലായിരുന്നു കേട്ടോ ഡീറ്റെയിൽഡ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ കുക്കറിനകത്ത് നമ്മൾ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പും നമ്മൾ പരിപ്പ് കറി വെക്കൂലേ സദ്യക്കൊക്കെ വെക്കുന്ന അതേ പരിപ്പ് ഒരു 1/2 ഗ്ലാസ്, അതേ അളവിന് തന്നെ സാമ്പാർ പരിപ്പും. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് അതേ അളവിന് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കാം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെച്ചാണ് രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മേലോട്ട് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതൊരു 3 വിസിൽ കേൾപ്പിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൗവിൽ നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ വരുന്ന അടുപ്പിന്റെ പോർഷൻ എന്ന് പറയുന്നത് ലോ ഫ്ലെയിം, അതായത് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ അത് ഫ്ലെയിം വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ഹൈയിൽ വെച്ചേക്കുന്നത്. എത്ര ഹൈയിലിട്ടാലും അത് മീഡിയം ഫ്ലെയിമാണ് വരുന്നത്. അപ്പോൾ അതിലൊരു 3 വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഞാനും ആമിയാണ് ആദ്യം ഭക്ഷണം കഴിച്ചത്. ഹസ്ബൻഡിന് എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പിന്നീട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഞാനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഓരോ ദോശ വെച്ചൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണിയൻ ദോശയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓണിയൻ ദോശയും ഈ ഇഡ്ഡലി പൗഡറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഓണിയൻ ദോശയിൽ തന്നെ കുറച്ച് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് പൊടി ദോശയാണെന്നും പറയാം, ഒണിയൻ ദോശയാണ്, രണ്ടും കൂടെ മിക്സായി വരുന്നതുകൊണ്ട് ഞാനതിനെ പേരിട്ടേക്കുന്നത് ഒണിയൻ പൊടി ദോശ എന്നാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സാധാരണ ദോശയെക്കാളും നല്ല ടേസ്റ്റാണ്, കറിയൊന്നും വേണ്ട. അപ്പോൾ അതേ
ഞാനാണെങ്കിൽ ചീര എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്ന്, അപ്പോൾ അതൊക്കെ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇന്ന് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ചീര എടുക്കാൻ പോകുന്നത്. പിന്നെ തലേ ദിവസത്തെ മോര് കറിയും അതുപോലെ തന്നെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇരിപ്പുണ്ട്. അപ്പം മെഴുക്ക് പുരട്ടിയുടെ കൂടെ തന്നെ അച്ചിങ്ങപ്പയറും കൂടി ഇട്ട് മിക്സ് ചെയ്തൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ മാക്സിമം കുറച്ച് കറികളെ വെക്കാറുള്ളൂ, കാരണം നമുക്ക് ഒരു നേരത്തെ ചോറ് മതി. പിന്നെ രാത്രി നമ്മൾ മിക്കവാറും ടിഫിനാണ് കഴിക്കുന്നത്. എനിക്ക് തീരെ വയ്യെങ്കിൽ മാത്രമാണ് ഞാൻ ഉച്ചക്കലത്തെ ചോറ് രാത്രിയിലത്തേക്ക് എടുക്കാറുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പനിയൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ നൈറ്റ് കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വയ്യ, തീരെ വയ്യാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഓട്സ് ഒക്കെ എടുത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ മോസ്റ്റ്ലി ഞങ്ങൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചക്കലത്തേക്ക് കുറച്ച് മതി. ഇന്ന് നൈറ്റ് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം. ഇതിൽ തന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ, മാമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കറി അവിടെ ഒരു സൈഡിൽ പരിപ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവുന്നതിനിടയിൽ നമുക്ക് അച്ചിങ്ങ പയറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ ചെന്നൈയിലെ മാർക്കറ്റിൽ, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ വില്ലിവാക്കം മാർക്കറ്റിലും പോകാറുണ്ട്, അമ്പത്തൂർ മാർക്കറ്റിലും പോകാറുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും അച്ചിങ്ങ പയർ കിട്ടും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറാണ് കേട്ടോ. ഞാൻ മിക്കവാറും എല്ലാ വീക്കിലും അച്ചിങ്ങ പയർ മേടിക്കും. ഞാനിത് കൂടുതലും മെഴുക്ക് പുരട്ടിയായിട്ടാണ് വെക്കുന്നത്. ഇതിൽ പച്ചക്കായ ഇട്ട് വെക്കാം, വാഴക്ക ഉണ്ടല്ലോ അത് ഇട്ടിട്ട് വെക്കാം, അതുപോലെ തന്നെ വെറുതെ അച്ചിങ്ങപ്പയറും സവോളയും ഇട്ടിട്ട് വെക്കാം. അതുപോലെ തന്നെ ഞാൻ ചില സമയത്ത് ചേന ഇട്ടിട്ട് വെക്കാറുണ്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാലും ഇവിടെ ആമിക്കും ഹസ്ബൻഡിനും ഒക്കെ നല്ല ഇഷ്ടമാണ്. മെഴുക്ക് പുരട്ടിയാണ് കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ തോരൻ അങ്ങനെ അധികം ചെയ്യാറില്ല. അപ്പോൾ അത് ഞാൻ ഈ ഒരു അയൺ പാൻ ഉണ്ടല്ലോ അതിനകത്താണ് ഈ ഒരു മെഴുക്ക് പുരട്ടി ചെയ്യുന്നത് എപ്പോഴും. അതാകുമ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു അയൺ പാനിന് അടിയിലൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ മൊരിയിച്ചെടുക്കുക. അപ്പോഴാണ് നല്ലൊരു മൊരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റും നല്ല രുചിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതാണ് നല്ലത് മെഴുക്ക് പുരട്ടി തോരനൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതിനിടയിൽ തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ കേട്ടപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ വെന്ത് വരണം, എന്നാലേ ഈ കറി ടേസ്റ്റ് കാണത്തുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം, അത് ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയിൽ തന്നെ ഞാൻ വന്നിട്ട് മെഴുക്ക് പുരട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ എപ്പോഴും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1-2 പച്ചമുളക് കീറിയിടും, ഇത്രേ ചെയ്യുള്ളൂ. ഒന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഏത് വെജിറ്റബിൾ ആണോ അതൊന്ന് ഇട്ട് അടച്ചു വെച്ച് മൂടി വെച്ചേക്കും. വെള്ളം അങ്ങനെ ചേർക്കാറില്ല. വെള്ളം ചേർക്കാതെ നമ്മൾ ആ ഒരു വെജിറ്റബിൾ അടച്ചു വെച്ച് അതിൻ്റെ ആവിയിൽ വേകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് അവിടെ ആവുന്നുണ്ട്. പിന്നെ അതേ വന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് സവോള ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സാമ്പാർ പൊടിയാണ് സാധാരണ ഞാൻ ചേർക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് സാമ്പാർ പൊടി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ചീര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 പിടി ചീര ചേർത്താൽ മതി കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ചീര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പിടിയോളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീര ഒന്ന് വാടിക്കിട്ടും, വാടിയാൽ മതി. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരുന്നില്ലേ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചീരയും പരിപ്പും കൂടി ഇട്ടിട്ടുള്ളതിന് ഈ കറിക്ക് കൂട്ടെന്നാണ് പറയുന്നത്, കീരക്കൂട്ടെന്ന് പറയും. നമ്മൾ ഇവിടെ തമിഴ്നാട്ടിൽ ഏത് റെസ്റ്റോറൻറ്റിൽ വന്നാലും മസ്റ്റാണ് ഈ ഒരു കറി. ഈ ഒരു ചീരക്കൂട്ട് ഇല്ലാതെ, കീരക്കൂട്ടെന്നാണ് പറയുന്നത്, കീരക്കൂട്ട് ഇല്ലാതെ നമുക്ക് കിട്ടത്തില്ല ഒരു വെജിറ്റേറിയൻ ലഞ്ചും. എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ ഇത് എങ്ങനെ ചേർത്താലും നല്ലതാണല്ലോ ചീര. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞാൻ വെറും സാമ്പാർ പരിപ്പ് മാത്രം ഇട്ടിട്ട് വെക്കും, ചില സമയത്ത് വെറും പാസിപ്പരിപ്പ് അതായത് ചെറുപയർ പരിപ്പ് മാത്രം ഇട്ടിട്ട് വെക്കും. പിന്നെ ചില സമയത്ത് ഞാൻ സാമ്പാർ പൊടി ചേർക്കാതെ തേങ്ങ അരച്ചിട്ട് വെക്കും. പരിപ്പ്
പരിപ്പ് കറിക്ക് നമ്മൾ തേങ്ങ അരയ്ക്കൂലേ, അതുപോലെ തന്നെ. പക്ഷെ ഒരുപാട് നമ്മൾ തേങ്ങ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കറി വെക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് ഒരു വട്ടം കൂടി ഒന്ന് കടുക് താളിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ആദ്യം കടുക് താളിച്ച കാര്യം മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ആദ്യമേ കടുക് താളിച്ചിട്ടാണ് ചീരയൊക്കെ ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇത് ചേർക്കണ്ട കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ നെയ്യാണ്. ഈ ഒരു സംഭവമാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. നമുക്ക് എന്ത് ചീരയിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് റെഡ് ചീരയിൽ ചെയ്യാം, പച്ചച്ചീരയിൽ ചെയ്യാം, പാലക്കീരയിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് വെറൈറ്റി ചീരകളുണ്ടല്ലോ, ഏതിൽ വേണമെങ്കിലും ചെയ്യാം. നല്ല ഹെൽത്തിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ടും വേണ്ടൊരു സാധനം പപ്പടം അല്ലെങ്കിൽ അപ്പളം, ഇതാണ് വേണ്ടത്. ഞാനിപ്പോൾ പപ്പടമാണ് എടുത്തേക്കുന്നത്. നാട്ടിൽ നിന്ന് ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടില്ലേ പപ്പടം, അതാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വറുത്തെടുത്തേക്കുന്നത്. മുഴുവനായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എണ്ണ ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പളമോ പപ്പടമോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുക്കാം. ഈ ചീര കൂട്ടും ഞാനിപ്പോൾ സാമ്പാറായിട്ടാണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചീര സാമ്പാറും ഈ ഒരു പപ്പടവും മാത്രം മതി നമുക്ക് കറിക്ക്, വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ. പിന്നെ ഞാൻ കൈയോടെ തന്നെ അതേ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇനി നമുക്കടുത്ത് ലഞ്ചൊക്കെ കഴിക്കണം. ലഞ്ച് കഴിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്ന ഒരു ഷെൽഫുണ്ട്, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഗരം മസാലയും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഗരം മസാല ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാനിരുന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ എല്ലാവരും എന്നോടും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ. നമ്മുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ വരും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ആക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതറിയാം ആദ്യം മുതലേ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യത്തില്ല. ആവശ്യമില്ലാത്ത ആളുകളെക്കുറിച്ച് സംസാരിക്കാറില്ല. എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പോസിറ്റീവായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനും മാക്സിമം അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. പ്രശ്നങ്ങളുണ്ട്, അതിനെ നമ്മൾ നേരിടാറുണ്ട്. ഏത് രീതിയിലും നമുക്ക് എന്ത് കാര്യവും നേരിടാനുള്ളൊരു മനഃശക്തി ഉണ്ടാകണേന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം ഞാനിത് പറയാനുള്ളൊരു കാരണം, ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ കാണും, വീഡിയോയിൽ കാണുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല ഹാപ്പിയാണ്. അങ്ങനെയല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ വരും പോകും, അതിനെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിടും. അപ്പോൾ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റത്തില്ല. നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും. നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ആരായാലും എത്ര മോട്ടിവേഷൻ പറയുന്ന ആളെന്ന് പറഞ്ഞാലും, ഞാനുൾപ്പെടെ എന്നെ തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ പതറിപ്പോവല്ലേ. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠം പഠിക്കാനായിട്ട് കാണും. ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു ലെസൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അനുഭവങ്ങൾ തരുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാനാണെങ്കിൽ രഹസ്യം എന്ന് പറഞ്ഞിട്ട് സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൻ്റെ മീഷോയിൽ നിന്നും മലയാളം പതിപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ ബുക്കാണ്. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമേ. ഇപ്പോൾ അതിനുള്ള ലെങ്ത് തികയുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. മഹാഭാരതത്തിൽ നമ്മുടെ അർജുനനോട് കൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് യുദ്ധം ചെയ്യാനായിട്ട് അർജുനൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെല്ലാം അർജുനൻ്റെ ബന്ധുക്കളാണ്. അപ്പോൾ ബന്ധുക്കളെ കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അർജുനൻ, അല്ലയോ കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? എതിരെ നിൽക്കുന്ന ആളുകളൊക്കെ എൻ്റെ വേണ്ടപ്പെട്ടവരാണല്ലോ, എൻ്റെ ബന്ധുജനങ്ങളാണല്ലോ എന്ന് പറയും. അർജുനനെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാതെ വന്നപ്പോൾ കൃഷ്ണൻ ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് എതിരെ നിൽക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ അവിടെ യുദ്ധം ചെയ്യാതെ അർജുനൻ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകളുടെ പ്രതീക്ഷയും ഇതൊക്കെ അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. അതും മാത്രമല്ല, അധർമ്മമാണ് അവിടെ വിജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവാം, നമ്മൾ അവരെക്കുറിച്ച് അയ്യോ വേണ്ടായിരുന്നു, മോശമായി പോയി. നമ്മുടെ ജീവിതത്തിലെ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടില്ലേ, അയ്യോ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരോട് അല്ലെങ്കിൽ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നവരോട് നമ്മൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ ഉള്ളിൽ, അയ്യോ അത് വേണ്ട, അതെൻ്റെ കുടുംബത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ അങ്ങനെ തോന്നിയിട്ട് മിണ്ടാതിരിക്കുമല്ലേ. നമ്മൾ അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തുക പോലും ചെയ്യത്തില്ല. പക്ഷെ അവിടെ നമ്മൾ വളം വെച്ച് കൊടുക്കുന്നത് അവർക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട്
അതുകൊണ്ട് പിന്നീടുള്ള ഭവിഷ്യത്തുകൾ നമ്മളും നമ്മളെപ്പോലെ മറ്റു പലരും അനുഭവിക്കേണ്ടി വരും അല്ലേ. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എതിരെ നിൽക്കുന്ന ആളിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ അധർമ്മത്തെ ഒരിക്കലും വളരാനായിട്ട് അനുവദിക്കരുത്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക, തെറ്റിനെതിരെ പ്രതികരിക്കാനും നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആകെ മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്, ഒരു ഹോപ്പും ഇല്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ട് എനിക്ക് നമ്മുടെ ചാനലിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കവിതാ സജീവ് എന്നിട്ടൊരു ചേച്ചിയാണ് കമൻറ്റ് ചെയ്തത്. പഴയൊരു വ്ളോഗാണ്. ഞാൻ കഴിഞ്ഞ വർഷം കേട്ടൊരു വ്ളോഗിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിരുന്നു, ഇതുപോലെ ചാനൽ ഒരിക്കലും നിർത്തരുത്, എൻ്റെ വീഡിയോ കാണുമ്പോൾ കൂടെയുള്ള ആരോടോ സംസാരിക്കുന്ന പോലെയാണെന്നും അതുപോലെ തന്നെ വിഷമങ്ങളൊക്കെ മാറുന്നതും എൻ്റെ വ്ളോഗ് കാണുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ട് മനസ്സ് തുറന്ന് വന്ന് സംസാരിക്കാൻ പറ്റിയൊരിടമാണ് എൻ്റെ ചാനലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഞാൻ ആ വിഷമിച്ചിരുന്നൊരു സിറ്റുവേഷൻ ഞാൻ ശരിക്കും മനസ്സിൽ മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ 1-2 കമൻറ്റ്സ് റീസെൻ്റായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 22 വയസ്സായൊരു കുട്ടിക്ക് 2 കുഞ്ഞുങ്ങളാണെന്നും അപ്പോൾ അവർക്ക് മൂത്ത കുഞ്ഞിനെ സ്കൂളിൽ അംഗൻവാടിയിൽ എന്തോ വിട്ടിട്ട് പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ നോക്കുന്നതിനിടയിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല, എന്തൊക്കെയോ വിഷമമാണ്, പക്ഷെ കാര്യം എന്താണെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കാനായിട്ട്, കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ നോക്കാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ ആ കുട്ടി തന്നെയാണ് കമൻറ്റ് ഇട്ടത്, പഴയ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസം തോന്നി, പഴയതിനേക്കാളും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തരുന്ന ഓരോ കമൻസുമാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ മാത്രമെന്നല്ല, പറഞ്ഞ പോലെ ഞാനും ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ കമൻസാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് പ്രചോദനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ആരൊക്കെയോ ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ തിരിച്ചെനിക്ക് സ്നേഹം തരുന്നത് കമൻസിലൂടെയാണ്. അപ്പോൾ എത്ര നെഗറ്റീവായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും, നമുക്ക് എത്രയൊക്കെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മളെ പോസിറ്റീവ് ആക്കാനായിട്ട് ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില സംഭവങ്ങൾക്ക് സാധിക്കും അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ കുടുംബം തന്നെയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, എത്രയോ നാളായിട്ട് വീഡിയോസ് ചെയ്യുന്നു, കുറേ വീഡിയോ ചെയ്തില്ലേ, പൈസ ഒന്നും കിട്ടാത്തത് കൊണ്ട് വിഷമമൊന്നും ഇല്ലേ, മടുത്തു പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ്. ഞാൻ എന്തിനു വിഷമിക്കണം, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതെന്ന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ വെറുതെ ഷോ കാണിക്കാനൊന്നും പറഞ്ഞതൊന്നും അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. എന്നെ അറിയാവുന്നവർക്ക് അത് അറിയാം, നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് അത് അറിയാവുന്ന കാര്യമാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എത്രയോ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൈസയെക്കാളും ഒക്കെ വലുതായിട്ട് അതിനപ്പുറത്തേക്കൊരു സംഭവമുണ്ട്, അതാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നെ തന്നെ മറന്ന്, എൻ്റെ വിഷമങ്ങളെല്ലാം മറന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യത്തിലേക്ക് മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ദ്രോഹം എന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങളുടെ കമൻസ് തന്നെയാണ് അതിനുള്ളൊരു തെളിവെന്ന് പറയുന്നത്. ഞാൻ ഈ ചെയ്യുന്ന എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് നല്ല മാറ്റം കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് നല്ലതായിട്ടും മാത്രമാണ് അത് വന്ന് ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പണത്തിനേക്കാളും ഒക്കെ മേലെയായിട്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ നമുക്കൊരു തിരി തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ സാധനം ചെയ്തു നടക്കുന്നത്. എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നത് ഡെയിലി വീഡിയോ ഇടാനാണ്. കാരണം എൻ്റെ വീഡിയോസിലെ മോട്ടിവേഷൻ കേൾക്കാനും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാനും ഒക്കെ ഇവരുടെ കുടുംബത്തിലെ ആരോ പോലെയാണ് ഞാനെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും മാത്രമല്ല, മറ്റൊരു കാര്യം, എൻ്റെ പഴയ വീഡിയോസ് ഈ സാറ്റർഡേ സൺഡേ ഒന്നും വീഡിയോസ് ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് കാണുന്ന എത്രയോ സഹോദരിമാരുണ്ട്. പഴയ വീഡിയോസ് വീണ്ടും വീണ്ടും കാണുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നതാണ്, ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടേക്കും, കുഞ്ഞുറങ്ങുന്ന സമയത്ത് കാണുമെന്ന്. അപ്പോൾ അതിൽ പരം എനിക്ക് സന്തോഷം കിട്ടാനില്ല. പൈസ എന്ന് പറയുന്നതിനേക്കാളും ഒക്കെ, പണത്തിനേക്കാളും ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് മറ്റുള്ളവരിൽ നിന്നുള്ളൊരു സ്നേഹം കിട്ടുക എന്നുള്ളത്. അതെനിക്ക് ദൈവം സഹായിച്ച് ഈ ഒരു ചാനൽ വഴി കിട്ടുന്നുണ്ട്. കുറേ അമ്മമാരുടെ, ചേച്ചിമാരുടെ, സഹോദരിമാരുടെ, ഒത്തിരി പേരുടെ വിഷമങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യവും അതുപോലെ തന്നെ ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് കിട്ടിയൊരു വലിയൊരു അവാർഡാണല്ലേ. അപ്പം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. പിന്നെ ഈ കമൻറ്റ് ഇട്ട ആളിന് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞു, എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് അത്രേ. അങ്ങനെ ഇപ്പം നിങ്ങൾ വിഷമിച്ചുകൊണ്ട് വീഡിയോ കാണേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും എനിക്കതിൽ വിഷമമില്ലല്ലോ. അപ്പോൾ പിന്നെ
ഞാനെന്തിന് നിങ്ങളുടെ വിഷമം ഞാൻ കാര്യമാക്കണം. അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ പതിവിലും വ്യത്യസ്തമായിട്ട് പേരയില ഉണ്ടല്ലോ, ചെറിയ തളിരില ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ചുകൊണ്ട് വന്നിട്ട് അതും കൂടി ഇട്ടിട്ടാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കിയത്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. എപ്പോഴും ചുക്ക് കാപ്പി ഇടുന്ന സമയത്ത് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ കാപ്പിപ്പൊടി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് കോഫി പൗഡർ ഇടണം. പിന്നെ നൈറ്റ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ മുട്ടക്കറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.